പ്രത്യാശയോടെ യേശുവിനെ കാത്തിരിക്കുന്ന എല്ലാ സ്നേഹിതർക്കും പ്രത്യാശയിൽ നമ്മെ സഹായിക്കുന്ന പരൂസ്യ ധ്യാനചിന്തകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിനം നാം ധ്യാനിച്ചു നിർത്തിയപ്പോൾ പറഞ്ഞു, പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ 5:7 നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. എന്താണ് ഈ സമചിത്തത? ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 27 ഈ സമചിത്തതയുടെ മറ്റൊരു വാക്ക് നമ്മൾ അവിടെ ധ്യാനിക്കാനായി എഴുതി വച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: അപ്പോൾ അവന് സുബോധമുണ്ടായി. ലൂക്ക 15:17. സാഹചര്യം നമുക്കറിയാം. ധൂർത്തപുത്രനായ മകനും അവൻ്റെ ജ്യേഷ്ഠനും അവരുടെ അപ്പനും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് അവിടെ. അപ്പോൾ അവന് സുബോധമുണ്ടായി. ലൂക്ക 15:17. അപ്പോൾ അവൻ പറഞ്ഞു, എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകും. ഞാൻ അവരോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും അങ്ങേ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. സ്വബോധമുണ്ടായപ്പോ, അവൻ ആരാണെന്നുള്ള സ്വബോധമുണ്ടായപ്പോ, അവന് തിരിച്ചറിവുണ്ടായപ്പോ, അവന് വലിയ മനംമാറ്റം. നഷ്ടപ്പെട്ടു പോയ അവസ്ഥ തിരികെ ലഭിക്കില്ല എന്ന് പോലും അവൻ ചിന്തിക്കുന്നുണ്ട്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നമ്മുടെ ഈ അനുദിന ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇവിടെ ഒരുപാട് ഹോട്ടൽസും ഒരുപാട് റെസ്റ്റോറൻറ്റും ഒക്കെ ഒന്നിനൊന്ന് വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണല്ലോ നാം. അപ്പോൾ അവന് സുബോധമുണ്ടായി. എപ്പോഴാണ് സുബോധമുണ്ടായത്? അവൻ പന്നിക്കൂട്ടിൽ കിടന്നു. പന്നിക്കൂട്ടിൽ കിടന്നിട്ട് അവൻ ചിന്തിച്ചു, പന്നി തിന്നുന്ന തവിട് കൊണ്ടെങ്കിലും വിശപ്പടക്കാൻ. പക്ഷെ അതും അവൻ ആരും കൊടുക്കാതിരുന്നപ്പോഴാണ് അവന് സുബോധമുണ്ടാകുന്നത്. സാത്താന്റെ ചെയ്തിയിൽ ജീവിക്കുമ്പോൾ, സുബോധമില്ലാതെ ജീവിക്കുമ്പോൾ, എന്താണെന്ന് തിരിച്ചറിയാതെ ജീവിക്കുമ്പോൾ താൻ തോന്നിയായി മാറുന്ന ഒരു ചിത്രം, അത് സുബോധം വന്നപ്പോ അവൻ തിരിച്ചറിയുകയാണ്, എൻ്റെ അപ്പൻ്റെ വീട് എത്രയോ സൂപ്പർ വീട്. ഞാൻ ആര്? എൻ്റെ അപ്പൻ്റെ മോനാണ്. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എന്തുമാത്രം ജോലിക്കാരുണ്ട്, എന്തുമാത്രം ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. വെറൈറ്റീസ് ഓഫ് ബിരിയാണി, വെറൈറ്റീസ് ഓഫ് പൊറോട്ടാസ്, വെറൈറ്റീസ് ഓഫ് ചോറ്, വെറൈറ്റീസ് ഓഫ് പച്ചക്കറികൾ, വെറൈറ്റീസ് ഓഫ് നോൺ വെജ്. ഇങ്ങനെ എന്തിനേറെ കുഴിമന്തി പോലും അവിടെ ഉണ്ട്. പലതരത്തിലുള്ള ആഹാരങ്ങൾ. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, സ്വബോധമുള്ളപ്പോ അവൻ തിരിച്ചറിയുകയാണ്. തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അവൻ പറയുന്നു, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോകും. തിരിച്ച് നാം നടക്കേണ്ട ഒരു കാലഘട്ടം തന്നെയല്ലേ ഈ ആഗമന കാലഘട്ടം. ഈ തിരിച്ച് നടക്കുന്ന ഈ വഴിയെ നാം സ്വായത്തമാക്കി എപ്പോഴും അമൂല്യമായി കരുതിക്കൊണ്ടിരുന്ന ഈ മകന്റെ മനോഭാവം, എനിക്ക് ഒരപ്പനുണ്ട്, ഞാൻ അപ്പന്റെ മകനാണ്. സ്വബോധം, താൻ ആരെന്നുള്ള തിരിച്ചറിവ് അനുദിന ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോ, എന്റെ മനസ്സിൽ ഇത് അങ്കുരിക്കുമ്പോ ഞാൻ എപ്പോഴും ചിന്തിക്കും, ഞാനൊരു പുരോഹിതനാണ്. കർത്താവായ യേശു തന്റെ പൗരോഹിത്യം നൽകി എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അമൂല്യമായ ഒരു ദൗത്യമാണിത്, ഒരു ജീവിതാവസ്ഥയാണിത്. കർത്താവായ യേശു ദാനമായി തന്ന എൻ്റെ ഭാര്യ ഉള്ളത് കൊണ്ട് ഞാൻ ഭർത്താവായി. ഭർത്താവിന് കർത്താവ് തന്നതുകൊണ്ട് ഞാൻ ഭാര്യയായി. മക്കളെ തന്നതുകൊണ്ട് ഞങ്ങൾ മാതാപിതാക്കളായി. മാതാപിതാക്കളെ തന്നതുകൊണ്ട് ഞങ്ങൾ മക്കളായി. എനിക്ക് അനിയനും ചേട്ടനും ഉള്ളത് കൊണ്ട് ഞാൻ സഹോദരനായി, സഹോദരിയായി മാറി. വലിയ അമൂല്യമായ സ്വബോധത്തിലേക്ക് കടന്നു വരാൻ
നമ്മുടെ ജീവിതാവസ്ഥ ഈ സ്വബോധത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായൊന്നും എൻ്റെ ജീവിതത്തിലൂടെ ഉണ്ടാകില്ല എന്ന വലിയ രഹസ്യം ഈ പരൂസ്യ ചിന്തകളിലേക്ക് കടക്കുമ്പോൾ നമുക്കോർക്കാം, അതന്വർത്ഥമാക്കാനായി സ്വബോധമുള്ളവരായി സമചിത്തതയുള്ളവരായി ജീവിക്കാൻ അനുരഞ്ജന കൂദാശ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.